ആലപ്പുഴ ഓമനപ്പുഴയിൽ അച്ഛൻ മകളെ തോർത്തുകൊണ്ട് കഴുത്ത് ഞെരിച്ചു കൊന്നു. ഏഞ്ചൽ ജാസ്മിനാണ് കൊല്ലപ്പെട്ടത്. ഏഞ്ചൽ ആത്മഹത്യ ചെയ്തതാകാം എന്നാണ് എല്ലാവരും ആദ്യം കരുതിയത്. വിശദമായ ചോദ്യം ചെയ്യലിലാണ് ജോസ് മോൻ മകളെ കൊലപ്പെടുത്തിയതാണെന്ന വിവരം പോലീസിനോട് തുറന്നു പറഞ്ഞത്. ഇന്ന് രാവിലെ വീട്ടുകാരുടെ ബഹളം കേട്ട് ഓടിയെത്തിയ അയൽക്കാരാണ് ഏഞ്ചലിനെ മരിച്ച നിലയിൽ കണ്ടത്. ആത്മഹത്യ ചെയ്തതാകാം എന്നായിരുന്നു ആദ്യം കരുതിയത്. സ്ഥലത്തെത്തിയ ജനപ്രതിനിധികളാണ് മരണവിവരം പോലീസിനെ അറിയിച്ചത്. തുടർന്ന് മൃതദേഹത്തിന്റെ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കുന്നതിനിടയിലാണ് കഴുത്തിലെ പാടുകൾ പോലീസ് ശ്രദ്ധിക്കുന്നത്. പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടർമാരും മരണത്തിൽ അസ്വാഭാവികതയുണ്ടെന്ന് സ്ഥിരീകരിച്ചു. തുടർന്ന് പോലീസ് നടത്തിയ ചോദ്യം ചെയ്യലിലാണ് പിതാവ് ജോസ് മോൻ മകളെ കൊലപ്പെടുത്തിയതാണെന്ന് സമ്മതിക്കുന്നത്. ഇല്ല, അങ്ങനൊരു സംശയം ഒരു ഘട്ടത്തിലും തോന്നിയില്ല. പിന്നെ പോലീസ് വന്നപ്പോൾ അവർക്കാണല്ലോ ഇതിനെക്കുറിച്ച് ഒരു ധാരണ ഉണ്ടാകുന്നത്. പോലീസ് വന്ന് വിശദമായ പരിശോധനയ്ക്ക് ശേഷം പോലീസുകാർ സംശയം പ്രകടിപ്പിച്ചിരുന്നു. ഭർത്താവുമായി പിണങ്ങി നിൽക്കുന്ന ഏഞ്ചൽ കുറച്ചു നാളുകളായി ഓമനപ്പുഴയിലെ വീട്ടിലാണ് താമസം. പിതാവായ ജോസ് മോനും ഏഞ്ചലുമായി ചില പ്രശ്നങ്ങൾ നിലനിന്നിരുന്നു. ഇന്നലെ രാത്രിയും ഇരുവരും തമ്മിൽ വഴക്കുണ്ടായി. തുടർന്ന് ഏഞ്ചലിനെ തോർത്തുകൊണ്ട് കഴുത്തു ഞെരിച്ചതായി ജോസ് മോൻ മൊഴി നൽകി. അങ്ങനെ എന്തെങ്കിലും ഒരു ആരോടും കയർത്ത് പോലും സംസാരിക്കാത്ത ഒരാളാണ് ജോസ്. ഇത് ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ സത്യത്തിൽ ഞെട്ടിപ്പോയി. അതാണ് ഏഞ്ചലിന്റെ മരണത്തിന് കാരണം പിതാവാണെന്ന വാർത്ത ഞെട്ടലോടെയാണ് അയൽക്കാരും കേട്ടത്. നിലവിൽ മണ്ണഞ്ചേരി പോലീസ് കസ്റ്റഡിയിലാണ് ജോസ് മോൻ. വാക്കുതർക്കം കൊലപാതകത്തിലേക്ക് നയിച്ചു എന്ന നിഗമനത്തിനപ്പുറം കൊലപാതകത്തിനുള്ള കാരണം എന്തെന്ന അന്വേഷണത്തിലേക്ക് പോലീസ് കടന്നിട്ടുണ്ട്. ന്യൂസ് മലയാളം, ആലപ്പുഴ.